വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡ് LDCയുടെ കുറച്ച് ഹിസ്റ്ററി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1956 നവംബർ 1, ഓപ്ഷൻ ബി 1957 ഓഗസ്റ്റ് 8, ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ഡി 1950 ജാനുവരി 26 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കേരള ഒഫീഷ്യലായിട്ട് നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. കേരള സംസ്ഥാനമായിട്ട് ക്രിയേറ്റ് ആയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആൻസർ നോക്കാം. ആൻസർ എന്താണ്? 1956 നവംബർ 1. നമ്മൾ കേരള പിറവി എന്നൊക്കെ പറയുന്ന ദിവസം ഇതാണ്, നവംബർ 1 അല്ലേ. അപ്പോൾ 1956 നവംബർ 1 വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആക്ടിൻ്റെ ത്രൂ ആണ് നമ്മളുടെ ഈ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം തന്നെ ക്രിയേറ്റ് ആയി നിലവിൽ വന്നത്. ആ ഒരു ആക്ട് ത്രൂ ആണ്. അപ്പോൾ ഈ ആക്ടിൻ്റെ മെയിനായിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ കേരളം നിലവിൽ വരാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തത് ആരാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്മീഷൻ്റെ പേരും കൂടെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഫ്യൂച്ചറിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ബാക്കിയുള്ള ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട് അല്ലേ ഇവിടെ. 1947 ഓഗസ്റ്റ് 15 എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അല്ലേ. ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസമാണ് ഓഗസ്റ്റ് 15 1947. അതേപോലെ തന്നെ ജാനുവരി 26 1950 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണല്ലേ. റിപ്പബ്ലിക് ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്, അതായത് നമ്മുടെ ഭരണഘടന നമ്മൾ സ്വീകരിച്ച ദിവസമാണ് 1950 ജാനുവരി 26. അപ്പോൾ ഭരണഘടനയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു ഡേറ്റും കൂടെ ഉണ്ട്, നവംബർ 26 1949. അതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് ജാനുവരി 26 1950. അതല്ല, അപ്പോൾ ഈ 2 ഡേറ്റ് ഇങ്ങനെ ഓപ്ഷനിൽ കാണുന്ന ഡേറ്റും ഓപ്ഷനിൽ കാണുന്ന വേറെ ഇൻഫർമേഷനൊക്കെ നമുക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറേയും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ AK ഗോപാലൻ, സെക്കൻഡ് ഓപ്ഷൻ K കേളപ്പൻ, തേർഡ് ഓപ്ഷൻ ഓപ്ഷൻ സി TK മാധവൻ, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ആരാണെന്ന് നോക്കിയാലോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ, K കേളപ്പൻ. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? K കേളപ്പനെ കുറിച്ച് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ K കേളപ്പനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കുറച്ചായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം, അതായത് കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു K കേളപ്പൻ. എന്തൊക്കെയായിരുന്നു? ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു K കേളപ്പൻ. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ആർക്കുണ്ടായിരുന്നു? K കേളപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം വരാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളുടെ പേര് ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ. ആ ഓപ്ഷനിൽ വേറെ ആൾക്കാരൊന്നും അതിൻ്റെ അകത്തില്ല, K കേളപ്പൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ കുറേ ഓപ്ഷൻ തന്നിട്ട് ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഈ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് K കേളപ്പൻ്റെ പേരെടുത്ത് നമുക്ക് ആ ഓപ്ഷൻ എന്തായാലും ഉറപ്പ് എന്ന് പറഞ്ഞ് ബാക്കി എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതേപോലെ വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉപ്പ് സത്യാഗ്രഹം. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ K കേളപ്പൻ, അതായത് കേരള ഗാന്ധി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗാന്ധി അവിടെ ദണ്ഡി വരെ ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയ കേരള ഗാന്ധി ആരാണ്? K കേളപ്പനാണ്. അപ്പോൾ ഏതിലൊക്കെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ, വൈക്കം സത്യാഗ്രഹത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? K കേളപ്പന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിലേക്ക് കടക്കാം. വൈകുണ്ഠ സ്വാമികൾ, രണ്ടാമത്തത് സഹോദരൻ അയ്യപ്പൻ, മൂന്നാമത്തത് ചട്ടമ്പി സ്വാമികൾ, നാലാമത്തത് വാഗ്ഭടാനന്ദനാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പോൾ ആരാണ് ഈ പത്രം സ്ഥാപിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് പത്രം? അഭിനവ കേരളം എന്ന പത്രം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആൻസർ എന്താണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ. ഭാഗ്ഭടാനന്ദനാണ് ഈ പത്രം സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ പത്രങ്ങൾ സ്ഥാപിക്കുന്ന ആൾക്കാരുടെ പേര്, പത്രത്തിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാവുന്ന ട്രെൻഡ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് പത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ മലയാളം പത്രം. മലയാളത്തിൽ എഴുതിയ പത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്യസമാചാരമാണ്. ആരുടെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. ഹെർമൻ ഗുണ്ടർട്ട് ഒരു ജർമ്മൻ ആളായിരുന്നു അല്ലെ. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ ജർമ്മൻകാരനാണ് കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം, അതായത് രാജ്യസമാചാരം 1847, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടണതിന് കറക്റ്റ് 100 കൊല്ലം മുമ്പ് തുടങ്ങിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരമാണ് തുടങ്ങിയത്. രണ്ടാമതോ പശ്ചിമോദയം. അതും 1847 പശ്ചിമോദയം വരുന്നത്. അത് തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ നമുക്ക് ഓർക്കേണ്ടത് എന്താണ്? കേരള പത്രിക. കേരള പത്രിക 1884 വന്നിരിക്കുന്നത്. ചെങ്കലത്ത് കുഞ്ഞിരാമ മേനോൻ. കേരള പത്രിക ചെങ്കലത്ത് കുഞ്ഞിരാമ മേനോൻ. പിന്നെ ഉള്ളത് സ്വദേശാഭിമാനി 1905 അല്ലെ. 1905 വന്നിരിക്കുന്നത്. ന്യൂസ് പേപ്പർ ഓഫ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച ന്യൂസ് പേപ്പർ ഏതാന്ന് പറയുമ്പോൾ എന്താ പറയാ? സ്വദേശാഭിമാനിയാണ് പറയാ. മലയാളം മനോരമ 1888 പ്രസിദ്ധീകരിക്കുന്നത്. ആരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അപ്പൊ നമുക്ക് അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 പത്രങ്ങൾ എന്താ? മലയാള മനോരമയും മാതൃഭൂമിയും അല്ലെ. അതിപ്പോ വരുന്ന പത്രങ്ങളിൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് രണ്ടിന്റെ പേരുകൾ ഓർത്തു വെക്കുന്ന, ആരാണ് കണ്ടുപിടിച്ചതെന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. മനോരമ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമിയോ KP കേശവ മേനോനും വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ മലയാള മനോരമ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമി KP കേശവ മേനോൻ. പിന്നെ അല്ലമീൻ എന്ന് പറഞ്ഞ പത്രം തുടങ്ങുന്നത് മുഹമ്മദ് അബ്ദുർ റഹിമാനാണ്. ദേശാഭിമാനി ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പത്രമാണ്. കേരള കൗമുദി തുടങ്ങുന്നത് CB കുഞ്ഞിരാമനാണ്. ദീപിക തുടങ്ങുന്നത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മലയാളം ന്യൂസ് പേപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് വരുന്നൊരു പേപ്പർ എന്ന് പറയുന്നത് ദീപികയാണ്. അത് കോട്ടയത്താണ് ആരംഭിക്കുന്നത്. ഏത് കൊല്ലമാണ് ഇമ്പോർട്ടൻറ്റ് ദീപികയ്ക്ക്? 1887 ദീപികയുടെ 1887. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെയാണുള്ളത്. എസ്പെഷ്യലി രാജ്യസമാചാരം പോലത്തെ പത്രങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള പത്രങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം എന്ത്? 1947, 1949, 1950, 1956. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി 1949 അല്ലേ. അപ്പൊ നേരത്തെ ചോദ്യം വന്നെന്താ? കേരളം എപ്പോഴാണ് നിലവിൽ വന്നതെന്ന്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അത്. ഇത് വെച്ചിട്ടാണ് നമുക്ക്, ഇത് കാരണം നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ കേരളം എന്നുള്ളത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒന്നിച്ചായിരുന്നു. അത് ഏത് കൊല്ലാണ്? 1949. പക്ഷെ കേരളം ഉണ്ടായത് ഏത് കൊല്ലാണ്? അതും കൺഫ്യൂസ് ചെയ്യാൻ തന്നെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് 1956. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച ഒരാളാണ്, അത് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യായിരുന്നു അല്ലേ. പിന്നെ ഈ 2 ഓപ്ഷൻസ് ഓൾറെഡി വേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 1947 എന്താ നടന്നത്? സ്വാതന്ത്ര്യം കിട്ടി. 1950 എന്താ നടന്നത്? ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു. അതിന് വേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 1956 ആണ് കൺഫ്യൂസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. പക്ഷേ ആൻസർ എന്താണ്? 1949. അപ്പോൾ 1949 കൊച്ചിയും തിരുവിതാംകൂറും ഒന്നിക്കുന്നു. എന്നിട്ട് 1956 ഈ കൊച്ചി തിരുവിതാംകൂർ ഒന്നിച്ചതിനും കൂടിയിട്ട് മലബാറും കാസർഗോഡും ഒക്കെ ചേർന്നിട്ടാണ് കേരളം എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റായി മാറുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി കല്ലുമാല സമരം, ഓപ്ഷൻ സി തോൽവിറക് സമരം, ഓപ്ഷൻ ഡി കുറിച്യ കലാപം. അപ്പം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ മുദ്രാവാക്യം ഏത് കലാപത്തിൻ്റെ ഒരു ഇതായിട്ട് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കുറിച്യ കലാപത്തിലാണ് ഈ മുദ്രാവാക്യം
വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറിച്യ കലാപത്തിനെ കുറിച്ച് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വേറെ ഡീറ്റെയിൽസും കൂടെ നോക്കാം. എന്തൊക്കെയാണ്? ഇത് വയനാട് നടന്ന ഒരു ആദിവാസി പ്രൊട്ടസ്റ്റ് ആയിരുന്നു കുറിച്യ കലാപം. എന്ന് 1812 1812 നടക്കുന്നതാണ് എന്ത്? കുറിച്യ കലാപം. എവിടെ? വയനാട്, കേരളയിൽ നടക്കുന്നതാണ്. ആരായിരുന്നു ഇതിന്റെ നേതൃത്വം നൽകിയത്? രാമൻ നമ്പിയാണ് നേതൃത്വം നൽകുന്നത്. കുറിച്യ കലാപത്തിന്റെ നേതൃത്വം ആരാന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? രാമൻ നമ്പി. ഇത് ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഒപ്രസീവ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ചൂഷണം കാരണം, അവരുടെ നികുതി കാരണവും നികുതി കളക്ട് ചെയ്യുന്ന രീതി കാരണവും അവരുടെ ചൂഷണമായിട്ടുള്ള പല കാര്യങ്ങളും കാരണവുമാണ് അവർ ഈ കലാപം നടത്തുന്നത് തന്നെ. അതേപോലെ ഈ കുറിച്യ ട്രൈബ്സിന്റെ, അതായത് കുറിച്യ ആൾക്കാരുടെ, ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പണ്ട് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ അഗേൻസ്റ്റ് കലാപം നടത്തിയപ്പോൾ പഴശ്ശിരാജയുടെ കൂടെ നിന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അതായിരിക്കും ചോദ്യം. പഴശ്ശിരാജയുടെ കൂടെ നിന്ന ഗോത്രവർഗ്ഗക്കാർ ആരായിരുന്നു എന്നും കൂടെ ചോദ്യം വരാം. അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്തു? ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തു. എങ്ങനെ? ഗൊറില്ല വാർഫെയർ, അതായത് ഒളിച്ചു നിന്ന് നമ്മൾ എന്താ പറയുക, ഒരു വലിയ ആർമി പോലെ അല്ലാണ്ട്, എന്നിട്ടും ഈ പഴശ്ശിരാജ എന്താണോ ചെയ്തത് ആ രീതികളിൽ തന്നെയാണ് കുറിച്യ കലാപത്തിലും കുറേയൊക്കെ ബ്രിട്ടീഷുകാരുടെ എതിർക്കുന്ന രീതി കുറേയൊക്കെ അത് തന്നെയാണ്. ഇവിടെ മെയിൻലി എന്തൊക്കെയാണ്, ഏത് സ്ഥലത്തേക്കൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാനന്തവാടി, അതേപോലെ അടുത്തുള്ള സ്ഥലങ്ങൾ, മാനന്തവാടി, വയനാടുള്ള കുറേ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഈ കലാപം പോകുന്നത്. എന്താ പറയുക, ഭയങ്കര മോശമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇതിനെ എന്താ പറയുക നേരിട്ടതും കുറേ ആൾക്കാരെ കൊല്ലുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെയാണ് ഈ കലാപം അവസാനിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയുക, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ആദിവാസി കലാപമാണ് കുറിച്യ കലാപമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട എന്തൊക്കെയാണ്? മാനന്തവാടിന്ന് ആലോചിക്കണം, വയനാടിന്റെ കാര്യം ആലോചിക്കണം, പഴശ്ശിരാജയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ രാമൻ നമ്പി എന്ന് പറഞ്ഞ ആളെ കുറിച്ചും ആലോചിക്കണം. ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹമായിരിക്കും രാമൻ നമ്പി. അതേപോലെ തന്നെ ഡേറ്റ് അല്ലെങ്കിൽ ഇയർ നമ്മൾ ആലോചിക്കണം. എന്താണ് ഇയർ? 1812 ആണ് ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ്? WC ബാനർജി, AO ഹ്യൂം, ദാദാഭായ് നവറോജി, ആനി ബെസന്റ്. ആദ്യം ആൻസറിലേക്ക് കിടക്കാം. ആൻസർ എന്താണ്? ദാദാഭായ് നവറോജി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യം വന്നിരിക്കുന്നത് എന്താ? രണ്ടാമത്തെ പ്രസിഡന്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുക? ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, ഏറ്റവും ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചോദിക്കുക. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾക്ക് ബാക്കി എല്ലാവരെയും കുറിച്ച് അറിയുമെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. WC ബാനർജി ആരാണ്? WC ബാനർജി ആദ്യത്തെ പ്രസിഡന്റ് ആണ്, അല്ലേ? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആദ്യമായിട്ട് പ്രസിഡന്റ് ആയത് WC ബാനർജിയാണ്. AO ഹ്യൂമോ? AO ഹ്യൂം ആദ്യത്തെ സെക്രട്ടറി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. AO ഹ്യൂം ആദ്യത്തെ സെക്രട്ടറിയാണ്. ആനി ബെസന്റോ? ആനി ബെസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അപ്പോൾ ഈ 3 പേരെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ അവരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾക്ക് ആ ആൻസർ അറിയില്ലയോ എന്ന് നോക്കണതിന് പകരം നമുക്ക് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അറിയോ എന്ന് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം നമ്മൾക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാം. WC ബാനർജി ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ദാദാഭായ് നവറോജിയാണ് ആദ്യമായിട്ട് സ്വരാജ് വേണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല ആദ്യമായിട്ട് ഒരു പാർസി പ്രസിഡന്റ് ആവുന്നതും ദാദാഭായ് നവറോജിയാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭാഗമായിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതും ദാദാഭായ് നവറോജി ആണ്. അതേപോലെ ഏറ്റവും പ്രായം കൂടിയ ആള് പ്രസിഡന്റ് ആവാൻ ആരാണ്? അതും ദാദാഭായ് നവറോജിയാണ്. ആദ്യമായിട്ട് 3 പ്രാവശ്യം പ്രസിഡന്റ് ആവാൻ ആരാണ്? അതും ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ദാദാഭായ് നവറോജി അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിക്കുക. ഇത്ര ഇൻഫർമേഷൻ ഉണ്ട് ഇവരെ കുറിച്ച്, ദാദാഭായ് നവറോജിനെ കുറിച്ച്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദാദാഭായ് നവറോജി ആവേണ്ട സാധ്യത കൂടുന്നുണ്ട്. അതേപോലെ ബദ്രുദ്ദീൻ ത്യാബ്ജി ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു. ജോർജ് യൂൾ ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് ആയിരുന്നു, ബ്രിട്ടീഷുകാരനായിരുന്നു. ആനി ബെസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു. സരോജിനി നായിഡു ആണ് ആദ്യത്തെ വനിതാ ഇന്ത്യൻ പ്രസിഡന്റ്. രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആണ്, പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയത് സരോജിനി നായിഡു ആയിരുന്നു. മഹാത്മാഗാന്ധി ബെൽഗാം എന്ന് പറഞ്ഞ ഒരേ ഒരു സെഷനിലെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. സുഭാഷ് ചന്ദ്രബോസ് ഹരിപ്പൂരയിലും ത്രിപുരയിലും പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഹരിപ്പൂരയിലും ത്രിപുരയിലും പ്രസിഡന്റ് ആയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ
സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കും. ജവഹർലാൽ നെഹ്റുയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താ, പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞ് ഏതിൻ്റെ അകത്തായിരുന്നു, നമ്മുടെ ലാഹോർ സെഷനിലാണ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് വേണം എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ആവുന്നത്. രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറേ INC സെഷനിൽ പ്രസിഡന്റും ആയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയതും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അപ്പം ഈ ആൾക്കാരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഐഡിയ വെക്കുക. ഇപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇവരൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്, പക്ഷെ ഇവരൊക്കെ ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള സാധ്യത കൂടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഏത് വർഷമാണ്, അതായത് ബാങ്ക് നാഷണലൈസ് ചെയ്ത കൊല്ലം ഏതാണെന്നാണ് ചോദിക്കുന്നത്. January 26, 1957, B, March 23, 1962, C, July 19, 1969, D, December 5, 1969. അപ്പോൾ ആൻസർ എന്താണെന്ന് നോക്കിയാലോ. ആൻസർ ജൂലൈ 19, 1969. അപ്പോൾ ഈ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് 1969-ലല്ലേ. അപ്പോൾ ഈ 1960s ഭയങ്കര ഈ നാഷണലൈസേഷൻ ഭയങ്കര എന്താ പറയുക, നമ്മൾ ലൈസൻസ് രാജ്യം എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലമാണ് ഇതിൻ്റെ. ഭയങ്കര ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ സെക്ടറിലും ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാലമാണിത്. ഇതൊക്കെ മാറുന്നത് എപ്പോഴാണ്, 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നമ്മൾ LPG എന്ന് പറയുന്ന കുറേ പുതിയ റിഫോംസ് വരുമ്പോഴാണ് ഇതൊക്കെ മാറി വരുന്നത്. അതുവരെ ബാങ്കൊക്കെ നാഷണലൈസ് ചെയ്ത് ആൾക്കാർക്ക് ബാങ്കിനോടുള്ള വിശ്വാസമൊക്കെ കൂട്ടാനുള്ളൊരു രീതി കൂടെയായിരുന്നു ഈ ബാങ്ക് നാഷണലൈസേഷൻ. അതേപോലെ ആൾക്കാരുടെ സേവിങ്സ് ഒക്കെ എടുത്തിട്ട് ബാങ്കിലേക്ക് ഫോർമലൈസ് ചെയ്യാനുള്ള രീതി കൂടെയായിരുന്നു എന്ത്, ബാങ്ക് നാഷണലൈസ് ചെയ്ത്. അപ്പം 1969 ജൂലൈ 1969 ജൂലൈ 19 ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഇതേപോലത്തെ വേറെ റിഫോംസിനെ കുറിച്ച്, ചിലപ്പോൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചോ 1991 വന്ന റിഫോമിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ പാർട്ട് ഓഫ് ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, തഞ്ചാവൂരിലെ ലോക പ്രശസ്തമായ ബൃഹദേശ്വര ക്ഷേത്രം ഏത് ചോള രാജാവിൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്? സോ ബൃഹദേശ്വര ടെമ്പിൾ ഏത് രാജാവിൻ്റെ സമയത്താണ് പണിതത് എന്നാണ് ചോദിക്കുന്നത്. 1 കരികാല ചോളൻ, 2 രാജരാജ ചോള ഫസ്റ്റ്, 3 കുലോത്തുംഗ ചോള, 4 രാജേന്ദ്ര ചോളൻ ഫസ്റ്റ്. അപ്പോൾ ആരാണ് നമുക്ക് നോക്കാം. ആൻസർ എന്താണ്, രാജരാജ ചോള. ഓപ്ഷൻ ബി രാജരാജ ചോളയാണ് ബൃഹദേശ്വര ടെമ്പിളിൻ്റെ പണി തീർത്തത്. ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാണ്? തഞ്ചാവൂരിലാണ് അല്ലേ. തഞ്ചാവൂരിൽ കുറച്ച് ടെമ്പിൾസിനെ നമ്മൾ ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് വിളിച്ചിട്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ ആയിട്ട് കണക്കപ്പെടുന്നത് ഒരു സ്ഥലമാണിത്. ഈ അമ്പലങ്ങളും ബൃഹദേശ്വര അമ്പലവും അതേപോലെ ഗംഗൈകൊണ്ട ചോള എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ലിവിങ് ചോള ടെമ്പിൾസ് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പൂജ നടക്കുന്ന അമ്പലങ്ങളായതുകൊണ്ട് ഇവരെ ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇത് 1000 കൊല്ലത്തിനധികം പഴക്കമുള്ള അമ്പലങ്ങളാണ്. ഇത് എപ്പോഴാണ് പണിതത്? 1010 CE എന്നാണ് ഇത് പണിതത്. അപ്പോൾ 1000 കൊല്ലത്തിന് മേളിലായി പണിതത്. 1000 കൊല്ലമായപ്പോൾ അവിടെ ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇവൻ്റ് ഒക്കെ നടന്നായിരുന്നു അവിടെ. ഈ ബൃഹദേശ്വര എന്ന് പറഞ്ഞാൽ എന്താ? ശിവനെയാണ് പറയുന്നത്. ലോർഡ് ശിവനെ കുറിച്ചുള്ള ടെമ്പിളാണ് എന്ത്? ബൃഹദേശ്വര ടെമ്പിൾ. ടെമ്പിൾ ഇസ് ഓൾസോ നോൺ ആസ് രാജരാജേശ്വരം ഓർ ബിഗ് ടെമ്പിൾ. പെരിയ കോവിൽ എന്നാണ് അവിടുത്തെ സാധാരണ ആൾക്കാർ ഈ അമ്പലത്തിനെ വിളിക്കുന്നത്. പെരിയ കോവിൽ എന്ന് വിളിക്കുന്ന ചോളന്മാർ പണിത അമ്പലം ഏതാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബൃഹദേശ്വര അമ്പലമാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി എന്താ? ദ്രവീഡിയൻ അമ്പലം പണിയുന്ന രീതി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ദ്രവീഡിയൻ രീതിയിലാണ് ഈ അമ്പലം പണിതിരിക്കുന്നത്. അതേപോലെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. രാജരാജ ചോളയാണ് ഇത് പണിതത്. അപ്പോൾ രാജരാജ ചോള ബൃഹദേശ്വര അമ്പലം പണിയുമ്പോൾ ചിലപ്പോൾ അടുത്ത കൊല്ലം ചോദ്യം വരെ എന്തിനെ കുറിച്ചായിരിക്കും? രാജേന്ദ്ര ചോള പണിത അമ്പലത്തിനെ കുറിച്ചായിരിക്കും. രാജേന്ദ്ര ചോള പണിത അമ്പലം എന്താണ്? ഗംഗൈകൊണ്ട ചോളപുരം എന്നുള്ള അമ്പലമാണ്. ഗംഗൈകൊണ്ട ചോള എന്ന് വിളിക്കുന്നത് തന്നെ രാജേന്ദ്ര ചോളനെ. അതായത് ഗംഗയുടെ സ്ഥലം വരെ പിടിച്ചടക്കി എന്ന് പറയുന്ന ചോള രാജാവാരാണ്? നമ്മുടെ രാജേന്ദ്ര ചോളയാണ്. പക്ഷെ ബൃഹദേശ്വര അമ്പലം പണിതാരാണ്? രാജരാജ ചോളയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ മുൻ വൈസ്രോയ് ആയതും 2ാം ലോക മഹായുദ്ധത്തിലെ നായകന്മാരിൽ
ഒരാളുമായ വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഐറിഷ് റിപ്പബ്ലിക് ആർമിയുടെ ബോംബാക്രമണത്തിൽ മരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വൈസ്രോയും ആയിരുന്നു. അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്ത ഒരാളുമായിരുന്നു. അത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഹിൻ്റാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മെയിൻലി അറിയാവുന്ന എന്തായിരിക്കും, വൈസ്രോയ് എന്ന് പറഞ്ഞ ഒരാൾ ആണ്, ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നു എന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ നമുക്കിത് എന്തിനോട് അസോസിയേറ്റ് ചെയ്യണം, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ ബോംബാക്രമണത്തിൽ മരിച്ചു എന്നാണ് ആലോചിക്കേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ ഹിൻ്റായിട്ട്. അതേപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭയങ്കര റോള് പ്ലേ ചെയ്തിരുന്നു എന്നാണ് അടുത്ത ഹിൻറ്റ്. അപ്പോൾ ആരൊക്കെയാണ് ഓപ്ഷൻസ്? കാനിങ് പ്രഭു, കോൺവാലിസ് പ്രഭു, റിപ്പൻ പ്രഭു, അതേപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇവരൊക്കെയാണ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്താ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ ആരാണ്? ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാനിങ്ങും കോൺവാലിസും റിപ്പനും ഒക്കെ കുറച്ച് പഴയ കാലത്തെ വൈസ്രോയ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ മാത്രമല്ലേ ഈ ഒരു സമയം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വൈസ്രോയ് എന്ന് നമ്മൾ അറിയണം. ആ അറിയണത് എങ്ങനെയാണ്? നമ്മൾ ജനറലി ഒരു വൈസ്രോയികളുടെ എപ്പോഴാണ് സമയം എന്നൊന്ന് അറിഞ്ഞു വരിക. അല്ലെങ്കിൽ ഇപ്പോൾ കാനിങ് എന്ത് ചെയ്തു, കോൺവാലിസ് എന്ത് ചെയ്തു, റിപ്പൻ എന്ത് ചെയ്തു, ഏത് കാലത്ത് ചെയ്തു എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ 3 പേരെയും എലിമിനേറ്റ് ചെയ്തിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ തന്നെ ചിലപ്പോൾ അടുത്ത കൊല്ലം ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തത് ആരാണ് ആയിട്ട് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദിക്കാൻ പറ്റും. ആരുടെ ബോംബാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ലാസ്റ്റ് വൈസ്രോയ് ആയിരുന്നു ഇന്ത്യയിലെ മാർച്ച് 1947 മുതൽ ഓഗസ്റ്റ് 1947 വരെ ആയിരുന്നു വൈസ്രോയ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ് അല്ലേ. ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ ത്രൂ ആണ് നമ്മുടെ പാർട്ടീഷൻ നടക്കുന്നതും ഓഗസ്റ്റ് 15, 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതൊക്കെ ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. അപ്പം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയും ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ തന്നെയായിരുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെയും ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അപ്പോൾ ആ ചോദ്യം വരാം, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു നോക്കുമ്പോൾ മൗണ്ട് ബാറ്റൻ ആണ്. ആ പദവി എന്നിട്ട് പോയത് ആർക്കാണ്? ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ സി രാജഗോപാലാചാരിക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൻ ആണ്. ആ പദവി എന്നിട്ട് പോയതോ സി രാജഗോപാലാചാരിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് ഇന്ത്യൻ നാഷണൽ ആർമി, അതായത് INA യുദ്ധ രക്തസാക്ഷി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന മൊയ്റാങ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് വൺ അസം, സെക്കൻഡ് വൺ മേഘാലയ, തേർഡ് വൺ മണിപ്പൂർ, ഫോർത്ത് വൺ സിക്കിം. ഈ മൊയ്റാങ് എന്ന് പറഞ്ഞാൽ INAയിൽ രക്തസാക്ഷിയായ ആൾക്കാരുടെ എന്താ പറയുക ഒരു കോംപ്ലക്സ്, രക്തസാക്ഷി കോംപ്ലക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പം ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മണിപ്പൂർ അല്ലേ. അപ്പോൾ അടുത്ത നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത INAയുടെ കുറിച്ചാണ്. അപ്പോൾ INAയുടെ ഈ രക്തസാക്ഷി കോംപ്ലക്സ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ INAനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. INA അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷുകാരുടെ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ആരാ ക്രിയേറ്റ് ചെയ്തത്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ക്യാപ്റ്റൻ മോഹൻ സിംഗ്, നമ്മൾ വിചാരിക്കുക സുഭാഷ് ചന്ദ്രബോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇത് ഉണ്ടാക്കിയത്. അല്ല, സുഭാഷ് ചന്ദ്രബോസ് പിന്നെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും കാലം ഇത് ഉണ്ടാക്കിയത് ആരാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ടത്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഉണ്ടാക്കുന്നു, പിന്നെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് പോകുന്നു. ഇതിനെ എന്തും വിളിക്കും? ആസാദ് ഹിന്ദ് ഫൗജ് എന്നും വിളിക്കും. ആസാദ് ഹിന്ദ് ഫൗജ് എന്നും ഇന്ത്യൻ നാഷണൽ ആർമീനെ വിളിക്കുന്നുണ്ട്. ഇത് ഇവിടേക്ക് എവിടെ നിന്നാണ് സപ്പോർട്ട് കിട്ടിയത്? ജപ്പാൻ്റെ കയ്യിൽ നിന്നാണ് സപ്പോർട്ട് കിട്ടിയത് അല്ലേ. സോ ജപ്പാൻ ആരെ സപ്പോർട്ട് ചെയ്തു? ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ എവിടെയൊക്കെയായിരുന്നു ഫൈറ്റ് ചെയ്ത ബ്രിട്ടീഷുകാർ? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന 2 ക്യാമ്പയിനുകളാണുള്ളത്. ഇംഫാലും കോഹിമ ക്യാമ്പയിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാമ്പയിൻ വരുന്നത്. ഈ INA ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലൈൻ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത്, ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ചോര തന്നാൽ ഫ്രീഡം തരാം എന്നുള്ളൊരു ഐഡിയ
തരുന്നത് ഈ ഒരു INA ഒക്കെ ഫോം ചെയ്തത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കുന്നൊരു സമയത്താണ്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് INA ട്രയൽസ്, അതായത് INA പിടിച്ച കുറേ ആൾക്കാർ, കുറേ പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു, അവരെ ട്രൈ ചെയ്തത്, അതായത് ഇവരെ കോടതി പോലെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചത് എവിടെയായിരുന്നു? റെഡ് ഫോർട്ടിലാണ്. അപ്പോൾ അതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. INA ട്രയൽസ് നടന്നത് എവിടെയാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതെവിടെയാണ്? റെഡ് ഫോർട്ടിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്ലാസ്. ഹിസ്റ്ററിയിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മളിങ്ങനെ ഗോ ത്രൂ ചെയ്ത് നോക്കുക മാക്സിമം. അപ്പോൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ ഹോട്ട് ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ആ ഓപ്ഷനിൽ വേറെ എന്തൊക്കെയുണ്ട്, ആ ഓപ്ഷൻ നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് 2 ലോങ് ടേം ബാച്ച് ഉണ്ട്, LDCയും LGSനും ഉള്ളത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് 500 hours ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡഡും ഉണ്ട്, നോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ് ആക്സസ് ചെയ്യാൻ നിങ്ങൾ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മൾക്ക് മാക്സിമം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും പറ്റും, റിവൈസ് ചെയ്യാനും പറ്റും. നമ്മൾക്ക് റിവൈസ് ചെയ്യാൻ ഭയങ്കര നല്ലൊരു രീതി തന്നെയാണ് പഴയ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് മാക്സിമം മാർക്ക് കൂട്ടാൻ പറ്റും എക്സാംസിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു.